അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിൻ്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ 5th മൊഡ്യൂളായ ഫാസ്റ്റ്നെസ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ എന്നുള്ള മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫാസ്റ്റ്നെസ് പവർ ട്രാൻസ്മിഷൻ എന്നുള്ളതിൽ വരുന്നത് നമുക്കറിയാം, നമ്മുടെ മെറ്റൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജോയിനിങ് എക്യുപ്മെൻസിലെ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലുള്ള കാര്യങ്ങളും സ്റ്റഡ് നെറ്റ് ബോൾട്ട് കീ അതേപോലുള്ള കാര്യങ്ങളും അതേമാതിരി തന്നെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രൈവുകളെ കുറിച്ചുമാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രീവിയസ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയുള്ളത് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ത്രെഡ് ഹാസ് എ കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ്? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രെഡുകളെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലേ. വി ത്രെഡ്, സ്ക്വയർ ത്രെഡ്, ബട്ട്രസ് ത്രെഡ്, ആക്മി ത്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചോദിക്കുന്നത് വിച്ച് ത്രെഡ് ഹാസ് എ കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ്? വി ത്രെഡിന്റെയും സ്ക്വയർ ത്രെഡിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് വരുന്ന ത്രെഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് പറയുന്നത് ആക്മി ത്രെഡ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ത്രെഡ്, നെക്കിൾ ത്രെഡ്, ബട്ട്രസ് ത്രെഡ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബട്ട്രസ് ത്രെഡ് ആണ്. അപ്പോൾ നമുക്ക് ആ ത്രെഡുകൾ കാര്യങ്ങളൊന്നും നോക്കാം. ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രെഡുകൾ ഉണ്ട്. അതായത് വി ത്രെഡ്, സ്ക്വയർ ത്രെഡ്, ആക്മി ത്രെഡ്, ബട്ട്രസ് ത്രെഡ്, നെക്കിൾ ത്രെഡ്, വിറ്റ്വർത്ത് ത്രെഡ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രെഡുകളുണ്ട്. ഈ ത്രെഡുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ പിച്ചിന്റെ ഡിസ്റ്റൻസ്, അതായത് പിച്ചുമായി ബന്ധപ്പെട്ട ലെങ്ത് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ ജനറലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ത്രെഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് സ്ക്വയർ ആൻഡ് വി, സ്ക്വയറിന്റെയും വിന്റെയും കമ്പൈൻഡ് സ്ട്രെങ്ത് കിട്ടുന്ന ത്രെഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട്രസ് ത്രെഡ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കീ ട്രാൻസ്മിറ്റ് പവർ ത്രൂ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓൺലി? ഏത് കീ ആണ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസിൽ മാത്രം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത്? വിച്ച് കീ ട്രാൻസ്മിറ്റ് പവർ ത്രൂ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓൺലി? ഓപ്ഷൻ എ വുഡ്രഫ് കീ, ഓപ്ഷൻ ബി സംഗ് കീ, ഓപ്ഷൻ സി സാഡിൽ കീ, ഓപ്ഷൻ ഡി കെന്നഡി. ഇപ്പൊ 4 കീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് പഠിക്കാറുണ്ട്. നമ്മൾ കീസ് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, സാഡിൽ കീ ആണ് ആൻസർ വരുന്നത് കേട്ടോ. സാഡിൽ കീ ആണ് ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിലൂടെ മാത്രം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് സാഡിൽ കീ ആണ്. ദെൻ സാഡിൽ കീനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. സാഡിൽ കീ ഈസ് ദ കീ ദാറ്റ് ഫിറ്റ്സ് ഇൻ ദ കീ വേ ഓഫ് ദി ഹബ് ഓൺലി. ഹബിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുന്ന, ഹബിൽ മാത്രമാണ് അതിന്റെ കീ വേ ഉണ്ടായിരിക്കുക, സാഡിൽ കീ ഉണ്ടായിരിക്കുക. ഇൻ ദി കേസ് ഓഫ് ദർ ഈസ് നോ കീ വേ പ്രൊവൈഡഡ് ഓൺ ദി ഷാഫ്റ്റ് ആൻഡ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് key and hub prevents relative motion between the shaft and the hub and power is transmitted by means of friction only. നമുക്ക് ഷാഫ്റ്റിലും കീയിലും കൂടി, ഷാഫ്റ്റിലും ഹബിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീ വൈസ് കട്ട് ചെയ്യാറുള്ളത്. അതിൽ പകുതിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, കീ ഇൻസേർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഈ സാഡിൽ കീന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എവിടെ ഉണ്ടായിരിക്കുള്ളൂ, കീ വേ ഓഫ് ദി ഹബ് ഓൺലി, ഹബിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നമ്മളുടെ എന്തിലുണ്ടായിരിക്കില്ല, ഷാഫ്റ്റിൽ ഉണ്ടായിരിക്കില്ല. ഇൻ കേസ് ഓഫ് ദർ ഇസ് നോ കീ വേ പ്രൊവൈഡഡ് ഓൺ ദി ഷാഫ്റ്റ് അല്ലേ, ഷാഫ്റ്റിൽ കീ വേ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബോൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബിയറിംഗ് ഓഫ് ഷാഫ്റ്റ്? വിച്ച് ബോൾട്ട് ഈസ് യൂസ്ഡ് ഇൻ ബിയറിംഗ് ഓഫ് ഷാഫ്റ്റ്? ഓപ്ഷൻ എ ഐ ബോൾട്ട്, ഓപ്ഷൻ ബി ഹുക്ക് ബോൾട്ട്, ഓപ്ഷൻ സി സ്ക്വയർ ഹെഡഡ് ബോൾട്ട്, ഓപ്ഷൻ ഡി ടി ഹെഡഡ് ബോൾട്ട്. 4 ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കോമൺലി ബിയറിംഗ് ഓഫ് ഷാഫ്റ്റിൽ ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോൾട്ട് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് സ്ക്വയർ ഹെഡഡ് ബോൾട്ട് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്ക്വയർ ഹെഡഡ് ബോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ബോൾട്ടുകളുടെ നോക്കാം. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൾട്ടുകൾ കാണിക്കാം. അതിൽ ഫസ്റ്റ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹുക്ക് ബോൾട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ ഹെഡഡ് ബോൾട്ട് പറഞ്ഞിട്ടുണ്ട്, ഐ ബോൾട്ട് പറഞ്ഞിട്ടുണ്ട്, ടി ഹെഡഡ് ബോൾട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 4 ബോൾട്ടുകളെ കുറിച്ച് ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹുക്ക് ബോൾട്ടിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നോക്കാം. ഹുക്ക് ബോൾട്ട്സ് ആർ യൂസ്ഡ് ഫോർ ക്ലാമ്പിംഗ് റെയിൽസ് ടു ദ ഇൻസുലേറ്റേഴ്സ് ഓഫ് ദി ഇലക്ട്രിക്
electric railway track. The shank of the bolt passes through a hole in one piece only and the other piece is gripped by the hook-shaped bolt head. അപ്പോൾ അതിൻ്റെ ബോൾട്ട് ഹെഡും അതിന് ഷേപ്പും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഹെഡഡ് ബോൾട്ടാണ്. ഈ സ്ക്വയർ ഹെഡ് ബോൾട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. This bolt is generally used when the head is to be accommodated in a recess. This recess also is made of square shape so that the bolt is prevented from turning when the net is screwed on or off it. This bolt is commonly used for bearing of shaft. The bolt head is chamfered as its upper end. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലേ. അതായത് ബിയറിംഗ് ഓഫ് ഷാഫ്റ്റ് അല്ലെ, ഏത് ബോൾട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബോൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ബിയറിംഗ് ഓഫ് ഷാഫ്റ്റ്. എന്താണ് പറയുന്നത്? അതിനൊരു ഹെഡ് ഉണ്ടാവും, ആ റിസസ് ഉണ്ടാവും, സ്ക്വയർ ഷേപ്പ് ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ ബോൾട്ട് ആണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഐ ബോൾട്ട് ആണ്. നമ്മൾ നോർമലി കണ്ടിട്ടുണ്ടായിരിക്കും ഫൗണ്ടേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഹെവി മെഷീൻസ്. It consists of a rig or circular cross section. The bolt is secured inside a threaded hole on the top of the machine directly above its center of gravity. നമ്മുടെ മെഷീൻസിലൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ലിഫ്റ്റ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഐ ബോൾട്ട് നോർമലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടി ഹെഡഡ് ബോൾട്ട് ആണ്. ടി ഹെഡഡ് ബോൾട്ട് എന്തിനു വേണ്ടി എന്ത് ആപ്ലിക്കേഷനാണ് ടി ഹെഡഡ് ബോൾട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. This form of the bolt is just like a T shape and used for securing wires, jigs, etc. to the tables of machine tools in which T slots to accommodate the T head. The neck of the bolt is squared and prevent rotation. നമ്മൾ ടി ഹെഡർ ബോൾട്ടിന്റെ ഇവിടെ നെക്ക് ഓൾറെഡി ഇതാണ് നെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റൊട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ടൈറ്റ് ചെയ്യുമ്പോഴൊക്കെ റൊട്ടേഷൻ ഒഴിവാക്കി കറക്റ്റ് ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 ടൈപ്പ് ബോൾട്ടുകളെ കുറിച്ച് ബേസിക്കലി നമുക്ക് അറിയേണ്ട 4 ടൈപ്പ് ബോൾട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് ചോദിച്ചതിന്റെ ആൻസർ എന്തായിരുന്നു? സ്ക്വയർ ഹെഡഡ് ബോൾട്ട് ആയിരുന്നു അല്ലേ. ബിയറിംഗ്സ് ഓഫ് ഷാഫ്റ്റിന്റെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ എക്സാം വരുന്നത് നവംബർ 11-നാണ് എക്സാം വരുന്നത്. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിന്റെ പുതിയ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കും. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും കാര്യങ്ങളുണ്ട്. PDF നോട്ട്സ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയുക, അതിനോട് ഉടനെ ജോയിൻ ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നെറ്റ് വിച്ച് ഈസ് എ ഹെക്സഗണൽ നെറ്റ് വിത്ത് എ വാഷർ? വാട്ട് ഈസ് ദ നെയിം ഓഫ് എ നെറ്റ് വിത്ത് വിച്ച് എ ഹെക്സഗണൽ നെറ്റ് വിത്ത് എ വാഷർ? ഹെക്സഗണൽ നെറ്റ് വാഷർ കൂടിയുള്ള ഒന്നിച്ചുള്ള ആ ടൈപ്പ് ഓഫ് നെറ്റിനെ പറയുന്ന പേരെന്താണെന്നാണ്. ക്യാപ് നെറ്റ്, ഡോം നെറ്റ്, ഫ്ലെയിഞ്ചർ നെറ്റ്, വിങ് നെറ്റ്. ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്സ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരിക? ഫ്ലെയിഞ്ചർ നെറ്റ് അല്ലേ. ഒരു ഫ്ലാഞ്ച് ഉണ്ടായിരിക്കും, അതായത് നെറ്റിന്റെ കൂടെ തന്നെ ഒരു ഫ്ലാഞ്ച് കൂടിയും അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഏത് വരുന്നത്? ഹെക്സഗണൽ നെറ്റ് വിത്ത് എ വാഷർ എന്ന് പറയുന്നത്. ഫിഗർ കാണിക്കാം. ഫസ്റ്റ് വന്ന് ഡോമിനെറ്റ് ആണ്. ഡോമിനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നെറ്റിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഡോം ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഞാൻ ഓരോരോ പോയിന്റ് ഡിഫറെന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡോമിനെറ്റ് പറഞ്ഞാൽ നെറ്റിന്റെ മുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? നെറ്റിന്റെ മുകളിൽ ഒരു ഡോം കൊടുത്തിട്ടുണ്ട്, ഡോം ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഹെക്സഗണൽ നെറ്റിന്റെ സെയിം സംഭവം തന്നെ. ദെൻ നെക്സ്റ്റ് ക്യാപ്സ്റ്റൺ നെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ഈ ഡ്രിൽ ചെയ്ത ഹോൾസ് സർഫസിലൊക്കെ ഉപയോഗിക്കുന്ന ഹോൾസ് ആണ്. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എ സിലിണ്ടർ വിത്ത് ദ ഹോൾസ് ഡ്രിൽഡ് ഇൻ ദ കർവ്ഡ് സർഫസ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ വിങ് നെറ്റ് ആണ്. വിങ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹാക്സോ ഫ്രെയിമിന്റെ ഒക്കെ എൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കൈ കൊണ്ട് പിടിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ് ഉണ്ടായിരിക്കും, ബ്ലേഡിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈപ്പ് നെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിങ് നെറ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഫ്ലെയിഞ്ച് നെറ്റാണ്. ഫ്ലെയിഞ്ച് നെറ്റാണ് നമ്മളുടെ ഇപ്പോൾ ആൻസർ വന്നത്. അതായത് ഒരു നെറ്റ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു വാഷറും കൊടുത്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് വാഷർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വാഷറാണ്. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലെയിഞ്ച് നെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഹെക്സഗണൽ നെറ്റിന്റെ കൂടെ തന്നെ വാഷർ ഉള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
എ ക്വാർട്ടർ ജോയിന്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഡാഷ് റോഡ്സ്. ഒരു ക്വാർട്ടർ ജോയിന്റ് എങ്ങനെയുള്ള റോഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കോ ആക്സിയൽ, ഓപ്ഷൻ ബി പെർപെൻഡിക്കുലർ, ഓപ്ഷൻ സി പാരലൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ക്വാർട്ടർ ജോയിന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, 2 ഷാഫ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ 2 ഷാഫ്റ്റുകളെ തമ്മിൽ നമുക്കൊരു ഹബ്ബ് ഇട്ടിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വാർട്ടർ ജോയിന്റ് ഉപയോഗിക്കുന്നത്. ക്വാർട്ടർ ജോയിന്റ് കാണിക്കാം. ആ ക്വാർട്ടർ ജോയിന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതാ ജസ്റ്റ് ഇവിടെ നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, അതേമാതിരി ഒരു ഹബ്ബ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 സ്ലീവുകൾ ഉണ്ടാവും. അതിന് ഇതിലെന്ത് ചെയ്യും, ഒരു ക്വാർട്ടറിനുള്ള സ്ലോട്ട് അടിച്ചതിന് ശേഷം ജോയിന്റ് ആക്കുന്നതിനാണ് നമ്മൾ ക്വാർട്ടർ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ജോയിന്റ് എന്തിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ കോ ആക്സിയൽ ആണ് ആൻസർ വരുന്നത്. കോ ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ആക്സിസ് തമ്മിൽ അല്ലെ ഒരേ ലെവലിൽ വരുന്ന ജോയിന്റ് ഇതിന് ടൈപ്പ് ഓഫ് റോഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്വാർട്ടർ ജോയിന്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ക്വാർട്ടർ ജോയിന്റ്സ് കോ ആക്സിയൽ ആണ്. അപ്പൊ അതാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കപ്ലിംഗ് റിക്വയർസ് അക്യുറേറ്റ് അലൈൻമെന്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റ്. വിച്ച് കപ്ലിംഗ് റിക്വയർസ്, ഏത് കപ്ലിംഗിനാണ് അക്യുറേറ്റ് അലൈൻമെന്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റ്. ഇപ്പോൾ ഓപ്ഷൻ എ റിജിഡ് കപ്ലിംഗ്, ഓപ്ഷൻ ബി ഹെലിക്കൽ, ഓപ്ഷൻ സി ഫ്ലെക്സിബിൾ ഡിസ്ക്, ഓപ്ഷൻ ഡി ബുഷ് പിൻ. ഇതിൽ ഏതാണ് ആൻസർ വരിക? റിജിഡ് കപ്ലിംഗ് ആണ്. റിജിഡ് കപ്ലിംഗ് ആണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് റിജിഡ് കപ്ലിംഗ് എന്താണ്, ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്താണെന്നുള്ള ജസ്റ്റ് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റിജിഡ് കപ്ലിംഗ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് റിക്വയർസ് ദ പെർഫെക്റ്റ് അലൈൻമെന്റ് ഓഫ് ദി ഷാഫ്റ്റ് ടു ബി ജോയിൻഡ്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണെങ്കിൽ അത് മാറ്റം ഉണ്ടായിരിക്കും അല്ലെ, ഫ്ലെക്സിബിൾ ആണ്. അതായത് ആക്സിസ് എന്ത് ചെയ്യണ്ട, അത് ഫിക്സ് ഒരേ ലെവലിൽ കോആക്സിയൽ വരണമെന്നില്ല, നമുക്ക് പാരലലോ ചെറിയ മിസ് അലൈൻമെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് വെർ ദ ഷാഫ്റ്റ്സ് ആർ ലാറ്ററലി മിസ്അലൈൻഡ്, പാരലൽ ബട്ട് ഓഫ്സെറ്റ്, ആംഗുലർലി മിസ്അലൈൻഡ്, ഇന്റർസെക്റ്റ് അറ്റ് ആംഗിൾ. ആ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ എക്സാമ്പിൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്. അതേമാതിരി ആക്സിയൽ മിസ്അലൈൻമെന്റ്, ഇതൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഉപയോഗിക്കാൻ പറ്റും. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് റിജിഡ് കപ്ലിംഗ് ഈസ് ബോക്സ് മഫ് സ്ലീവ് കപ്ലിംഗ്, സ്പ്ലിറ്റ് മഫ് അല്ലെങ്കിൽ ക്ലാമ്പ് കപ്ലിംഗ്, കാസ്റ്റ് ആൻഡ് ഫ്ലേജഡ് കപ്ലിംഗ്. നമ്മുടെ ഫ്ലെക്സിബിൾ കപ്പിൾസിന് ഉദാഹരണമാണ് ഓൾഡാം കപ്ലിംഗും അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് കപ്ലിംഗ് റിക്വയർസ് അക്യുറേറ്റ് അലൈൻമെന്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റ്. കൃത്യമായിട്ട് അലൈൻമെന്റ്, കറക്റ്റ് അലൈൻമെന്റിലുള്ള 2 ഷാഫ്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് കപ്ലിംഗ് ഉപയോഗിക്കുക? റിജിഡ് കപ്ലിംഗ് ആണ് ഉപയോഗിക്കുക. നമുക്ക് കറക്റ്റ് അല്ല, ചെറിയൊരു അലൈൻമെന്റ് ഓഫ്സെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇങ്ങനെ ഓഫ്സെറ്റിലാണ്, പാരലൽ ആയിരിക്കും പക്ഷേ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഓഫ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? അവിടെ നമുക്ക് ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് റിജിഡ് ആണ്. The next question, the purpose of using borax in bracing is to. നമ്മൾ ബ്രേസിംഗ് ചെയ്യുന്ന സമയത്ത് ബൊറാക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആക്സലറേറ്റ് ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് on the work. Option B, dissolve oxides when heating the work. Option C, prevent the spelter from melting too quickly. Option D, replace flex. നമ്മൾ സോൾഡറിങ്, ബ്രേസിങ്, വെൽഡിങ് ഒക്കെ പഠിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ജോയിനിങ്, മെറ്റൽ ജോയിനിങ് ടെക്നിക്സ് ആണ് അല്ലേ. അപ്പൊ അതിൽ ബ്രേസിംഗ് പഠിച്ചിട്ടുണ്ടാവും, ബ്രേസിംഗ് ചെയ്യേണ്ടതാവും, ബ്രേസിംഗ് ടോർച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എത്ര ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള മെറ്റൽസിനാണ് നമ്മൾ ബ്രേസിംഗ് ചെയ്യുക എന്നുള്ളവരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ബൊറാക്സ് ബ്രേസിംഗ് ചെയ്യുന്ന സമയത്ത് ബൊറാക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസോൾവ് ഓക്സൈഡ്സ് വെൻ ഹീറ്റിംഗ് ദ വർക്ക് അല്ലേ. അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. Then next 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The power transmitted by the belt drive can be increased by. അത് ഒരു ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ആ ബെൽറ്റ് ഡ്രൈവിലെ പവർ ട്രാൻസ്മിഷന് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൂട്ടാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഡ്രസ്സിംഗ് ദ ബെൽറ്റ് ടു ഇൻക്രീസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ബി, ഇൻക്രീസിംഗ് ദ ഇനീഷ്യൽ ടെൻഷൻ ഓഫ് ബെൽറ്റ്. ഓപ്ഷൻ സി, ഇൻക്രീസിംഗ് ദ wrap angle by using idler pulley. Option D, all of the above methods. അപ്പൊ 4 പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു ബെൽറ്റ് ഉപയോഗിച്ചിട്ട് പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പുള്ളി വെച്ചിട്ട് ബെൽറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ബെൽറ്റ് ട്രാൻസ്മിഷനെ നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ തന്നെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലോസ്ഡ് ബെൽറ്റ് ഡ്രൈവും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും പഠിക്കുന്നുണ്ട്, ക്ലോസ്ഡ് ബെൽറ്റ് ഡ്രൈവും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ നമുക്ക് ഏത് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിലും അതിലെ പവർ ട്രാൻസ്മിഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മെത്തേഡ് ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് കണ്ടു പറയുന്നത് ബെൽറ്റിനെ ഡ്രസ് ചെയ്യുക. ബെൽറ്റിനെ ഡ്രസ് ചെയ്തിട്ട് ഈ ബെൽറ്റും പുള്ളിയും തമ്മിലുള്ള
കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. ദെൻ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് ഇൻക്രീസിങ് ദ ഇനീഷ്യൽ ടെൻഷൻ ഓഫ് ബെൽറ്റിന്റെ ഇനീഷ്യൽ ടെൻഷൻ. അതിനൊരു ഇക്വേഷൻ ഒക്കെ നമുക്ക് പഠിക്കുന്നുണ്ട് അല്ലേ, T1ഉം T2ഉം അതേപോലെ തന്നെ TC എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റും, പവർ ട്രാൻസ്മിഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ഇൻക്രീസിങ് റാപ്പ് ആംഗിൾ ബൈ യൂസിങ് ഐഡിയൽ പുള്ളി. നമുക്കറിയാം, നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടണം. ഓപ്പൺ ബെൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആംഗിൾ നമ്മൾ പറയുന്നുണ്ട്, ക്രോസ് ബെൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊരു ആംഗിൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി ഒരു ഐഡിയലർ പുള്ളി കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ ഐഡിയൽ പുള്ളിയൊക്കെ ഇവിടെ കൊടുത്തിട്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ അപ്പോൾ ഈ മൂന്നും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ് മെത്തേഡ്സ്. ഈ എല്ലാ മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ബെൽറ്റ് ഡ്രൈവിലെ പവർ ട്രാൻസ്മിഷന്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി മീൻസ് അതിന്റെ പവർ ട്രാൻസ്മിഷന്റെ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ് മെത്തേഡ്സ് ആണ്, എല്ലാ മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് വോം ഗിയർ ഡ്രൈവ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയർ ഡ്രൈവ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൊരെണ്ണാണ് വോം ഗിയർ ഡ്രൈവ്. വോം ഗിയർ ഡ്രൈവിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഈസ് ഓഫ് മാനുഫാക്ചറിങ്, ഓപ്ഷൻ ബി ഹൈ വെലോസിറ്റി റേഷ്യോ, ഓപ്ഷൻ സി ലോ കോസ്റ്റ്, ഓപ്ഷൻ ഡി ലോ പവർ ലോസ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് വോം ഗിയർ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻസർ വരുന്നത് ഹൈ വെലോസിറ്റി റേഷ്യോ. വോം ഗിയേഴ്സ് നമ്മൾ വോം ഗിയർ ഡ്രൈവ് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഹൈ വെലോസിറ്റി റേഷ്യോ ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫാൾസ്. ഇതിൽ തെറ്റായത് ഏതാണെന്നല്ല കാണിക്കാം അല്ലേ. 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. 4 സെന്റൻസ് തെറ്റായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 3 എണ്ണം. ഫസ്റ്റ് വൺ ഓപ്ഷൻ എ എന്ന് പറയുന്നത്, ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ആംഗുലർ കോണ്ടാക്ട് ബിയറിംഗ് ക്യാൻ ടേക്ക് ത്രസ്റ്റ് ആസ് വെൽ ആസ് റേഡിയൽ ലോഡ്സ്. ബി പറയുന്നത് സിലിണ്ട്രിക്കൽ ലോഡ് ബിയറിംഗ് ആസ് ലോവർ ലോഡ് കപ്പാസിറ്റി ആസ് കമ്പയർഡ് ടു ഡീപ്പ് ഗ്രൂവ് ബാൾ ബിയറിംഗ്. ഓപ്ഷൻ സി പറയുന്നത് ഡ്യൂ ടു ലൈൻ കോണ്ടാക്ട് സിലിണ്ട്രിക്കൽ റോളർ ക്രിയേറ്റ്സ് ഫാർ മോർ നോയ്സ്. ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദി അബോവ്. ഇതിൽ തെറ്റായത് അതൊന്നും തെറ്റല്ല എന്നുള്ള അതിൽ ഏതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആംഗുലർ കോണ്ടാക്ട് ബിയറിംഗിന് റേഡിയൽ ലോഡ്, ത്രസ്റ്റ് ലോഡും റേഡിയൽ ലോഡും എടുക്കാൻ കഴിയും എന്നാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ സിലിണ്ട്രിക്കൽ ലോഡ് ബിയറിംഗ് ഹാസ് ലോവർ ലോഡ് കപ്പാസിറ്റി കമ്പയർഡ് ടു ഡീപ്പ് ഗ്രൂവ് ബാൾ ബിയറിംഗ്. ഓപ്ഷൻ സി പറയുന്നത് ഡ്യൂ ടു ലൈൻ കോണ്ടാക്ട് സിലിണ്ട്രിക്കൽ റോളർ ക്രിയേറ്റ്സ് ഫാർ നോയ്സ്. അതാണ് 3 എണ്ണം. 3 ഓപ്ഷൻസ് പറഞ്ഞിട്ട് നൺ ഓഫ് ദി അബോവ് പറഞ്ഞിട്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സിലിണ്ട്രിക്കൽ ലോഡ് ബിയറിംഗ് ഹാസ് ലോവർ ലോഡ് കപ്പാസിറ്റി ആസ് കമ്പയർഡ് ടു ഡീപ്പ് ഗ്രൂവ് ബാൾ ബിയറിംഗ്. നേരെ തിരിച്ചാണ് വരിക കേട്ടോ. ലോവർ അല്ല, ഹയർ ലോഡ് കപ്പാസിറ്റി ആണ് വരിക. അപ്പൊ അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പവർ ട്രാൻസ്മിഷനും ഫാസ്റ്റ്നെസ്സും എന്നുള്ള മോഡ്യൂളിൽ നിന്നുള്ള കുറച്ച് MCQ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിറ്ററിന്റെ എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനും അതേപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.